ഹലോ ഗായ്സ്. അപ്പോൾ അത് രാവിലെ തന്നെ കുഞ്ഞാപ്പോൾ റെഡിയായി ഇവിടെ വന്നിരിപ്പുണ്ട്. ഞങ്ങൾ റെഡിയായി. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞാപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് വെളിയിൽ വന്നിരുന്ന റസ്ക് തിന്നാണ്. അപ്പോൾ കുഞ്ഞാപ്പോൾ എന്നോട് ഓരോന്ന് പറയവേ അവൾക്ക് ഞങ്ങൾ ഒരു ഡ്രസ്സ് കോഡായിട്ടാണ് എടുത്തേക്കുന്നത്. ഞാനും അമ്മയും കുഞ്ഞാപ്പയും ഒരു കളറ്, അങ്ങനെ ഒരു രീതിയിലുള്ള കോഡാണ് എടുത്തേക്കുന്നത്. ഞാനും കുഞ്ഞാപ്പയും സെയിം തന്നെയാണ്. അപ്പം സെയിം ഡ്രസ്സാണ്. അപ്പം ഞങ്ങൾ തയ്ച്ചൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അന്നേരം ഇവൾക്ക് ഇട്ട് കൊടുത്തു. അന്നേരം ഇവൾക്ക് ഇപ്പം രാവിലെ കല്യാണത്തിന് കല്യാണമല്ല, എൻഗേജ്മെൻ്റാണ്. പക്ഷെ അവളോട് പറഞ്ഞേക്കുന്നത് കല്യാണത്തിന് പോകാമെന്നാണ്. അപ്പം ഞങ്ങൾ അതിന് അവളെന്നോട് പറയാം, എനിക്ക് ആ ഡ്രസ്സ് ഇട്ടാൽ മതി, എനിക്കിത് ഇടണ്ട. ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് നമുക്ക് ഇടാം. ഞങ്ങൾ ഇപ്പം വണ്ടിയിലാണ്. ഞങ്ങൾ പോയി അവിടെ എത്തി. ഇത് അച്ചുക്കുട്ടനാണ്. എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങളവിടെ വന്ന് എല്ലാം റെഡിയായി. അപ്പോൾ കുഞ്ഞാപ്പ അച്ചുക്കുട്ടനോട് പറയാം, മാറ്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ. കുഞ്ഞാപ്പ അവനെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ്. നേരെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഞാനും കുഞ്ഞാപ്പയും ഗ്രീന്, അച്ചുക്കുട്ടനും മഞ്ചമ്മയൊക്കെ ഒരു യെല്ലോ കളറാണ്. പിന്നെ അവനാണെങ്കിൽ ഒരു പർപ്പിൾ കളറാണ്. അപ്പം ഞാനും കുഞ്ഞാപ്പയും റെഡിയായി. സെയിം ഡ്രസ്സാണ്. ഗ്രീൻ കളറാണ്, ഞങ്ങളുടെ ഒരു ഗ്രീനാണ്. പക്ഷേ അവൾക്ക് കോട്ടുണ്ട്. ഞങ്ങൾ എല്ലാം സെയിം തന്നെ. പക്ഷെ അവൾ കോട്ടിട്ടില്ല. അവൾക്ക് കോട്ടിടണ്ടെന്ന് പറഞ്ഞു. ചൂടെടുക്കാമെന്ന് പറഞ്ഞ നേരം. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് കോട്ടിട്ടത്. അപ്പം ഞങ്ങളെ വിളിക്കാൻ താറാണ് വന്നിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ താറ അങ്ങോട്ട് പോകുന്നത് കണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കൊണ്ടുപോകാൻ വേറെ വണ്ടി ആയിരിക്കും വരുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി അത് വഴി തെറ്റിപ്പോയതായിരുന്നു. പിന്നെ അവർ തിരിച്ച് വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. ഓഡിറ്റോറിയത്തിലല്ല, ഒരു റിസോർട്ടാണ്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്താറായി. കുഞ്ഞാപ്പ ഇടയ്ക്കിടയ്ക്ക് വന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ മാറി ചേച്ചി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഹൈവേ കയറാറായി. ഇതാണ് ഇപ്പോഴും തന്നെയാണ് പരിപാടി. എൻ്റെ അവൾ വന്ന് എന്നെ മുട്ടിയിട്ട് എന്നിട്ട് ഞാൻ ആ മുട്ടിയെന്ന് പറഞ്ഞാണ് വഴക്കുണ്ടാക്കണം. അപ്പം ഞങ്ങൾ ഹൈവേ കയറി എത്തി. ലീലാസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അന്നേരം ഞങ്ങൾ എത്തി. ആദ്യം തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി. അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ആരും അവിടെ ഇല്ല. എല്ലാവരും വെളിയിൽ കുറേ ഫോട്ടോ എടുക്കാനും പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ പൂളൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നേരെ ഒരു വഴിയുണ്ട്, അങ്ങോട്ട് പോയി സൈഡിലായിട്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വെള്ളത്തിൽ പൂളൊന്നുമല്ല ഗൈസ്, അവിടെ ബോട്ടിങ് പോലെ ബോട്ട് കുഞ്ഞു ബോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളതിലൊന്നും കയറില്ല. അവിടെ സൈഡിൽ ഒരു ഊഞ്ഞാൽ പോലത്തെ സംഭവമുണ്ട്. ആടാനൊന്നും പറ്റത്തില്ല. അതാണ് പറ്റത്തില്ല. പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കാൻ അത്രയൊന്നും ആടാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ അകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അകത്ത് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്. അപ്പം ഈ ആങ്കറിനെ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, പേരെന്താണെന്ന് അറിഞ്ഞൂടാ. യൂട്യൂബിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ കേസ്. ഞാൻ പേര് പറയുന്നില്ല, വെറുതെ കുളമാക്കണ്ട. അത് ഞാൻ ആങ്കറിനെ തന്നെ സൂം ചെയ്ത് കാണിക്കുന്നത്. വേറെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നീങ്ങി ഒരു വീഡിയോ ഉണ്ട്, അങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. കുഞ്ഞാപ്പി ആദ്യം കുറച്ച് അലമ്പായിരുന്നു. ആലമ്പായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്നെ കുഞ്ഞാപ്പി നോക്കി കണ്ണുരുട്ടി ഗൈസ് പേടിപ്പിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രൂം. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അന്നേരം ഞാൻ ഗ്രൂമിൽ പെട്ടെന്ന് വീഡിയോ എടുത്താണ് ഗൈസ്. അപ്പോൾ പുറകിലായിട്ടാണ് ഇങ്ങനെ ബുഫേ പോലത്തെ സംഭവമൊക്കെ. അവിടെ അതിന് ഓരോ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ശബ്ദമൊന്നും ഒരു പാത്രമൊക്കെ കൊണ്ടുവെക്കുന്നതിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ കാണിക്കാമായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഗ്രൂമാണ്. ഇപ്പോൾ ഗ്രൂം അവിടെ എത്തി, പോയി സ്റ്റേജിൽ കയറി. അത് ഗ്രൂമിൻ്റെ പേരൻസാണ്. അപ്പം ഞാൻ പുറകിൽ വന്നിട്ടാണ് വീഡിയോ പിടിച്ചത്. അതാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടെല്ലാം കാണാം. അപ്പം അടുത്തത് കുഞ്ഞാപ്പി കേസ് അവിടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താ എൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ.
അതിനെ കൈ കാണിച്ച് പിടിക്കാൻ നോക്കണം. ഭയങ്കര കാറ്റ് വരും ഇത് അടുത്തോട്ട് വരുമ്പോൾ. പേര് ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പം ഞാൻ റൂമിൻ്റെ എൻട്രി ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നിങ്ങളൊന്ന് റിപ്പീറ്റ് കാണിച്ചാണ്. അപ്പം അവരവിടെ എത്തി. കുഞ്ഞാപ്പി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾ നോക്കുന്നുണ്ട്, കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കുചേച്ചെന്ന് വിളിക്കുന്നുമുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇതുണ്ട് ആ സംഭവത്തിൻ്റെ പേര് മറന്നുപോയി. എന്തായിരുന്നു ആ സംഭവത്തിൻ്റെ പേര്? ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ സംഭവമാണ്, ഞാൻ മറന്നുപോയി പേരെന്താണെന്നുള്ളത്. എനിക്കറിയത്തില്ല ഗൈസിൻ്റെ പേര്, ഞാൻ മറന്നുപോയി. എനിക്ക് ഗൈസ് അവിടുത്തെ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കാൻ പിങ്ക് കളർ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റൊക്കെ കൊടുത്തേക്കാം, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാൻ. അപ്പം അടുത്ത വേണ്ടേ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ഇപ്പോഴാണ് ഗൈസ്. കുഞ്ഞാപ്പി പിടിക്കുന്ന വീണ്ടും കറങ്ങി അടിച്ച സംഭവം വീണ്ടും വന്നു. അന്നേരം കുഞ്ഞാപ്പി വീണ്ടും എടുത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാറ്റായിട്ട് അമ്മയെ കാണിച്ചു കൊടുക്കുക. ആ ഡ്രോൺ എൻ്റെ പേര് എനിക്ക് കിട്ടിയ ഡ്രോൺ. അപ്പം ഇതാണ് ബ്രൈഡിൻ്റെ പേരൻസ്. അപ്പോൾ അവരെയും വിളിച്ചു സ്റ്റേജിലേക്ക്. നേരം അവരും സ്റ്റേജിലേക്ക് കയറി ഗൈസ്. അങ്ങനെ അവർ കയറി. അപ്പം അടുത്ത ബ്രൈഡിൻ്റെ സിസ്റ്ററാണ്. അപ്പം ആ ചേച്ചിയും കയറി. അടുത്ത ബ്രൈഡാണ്. അപ്പം ഞാൻ ബ്രൈഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേക്കാണ് ഗൈസ്. അപ്പം അവിടെ വന്ന് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുഞ്ഞാപ്പി ആ സംഭവം ലൈറ്റിനെ കൊട എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ഫ്രണ്ട് ആ ഒരു വശം കൊടയാണ്. കൊട പോലെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ ലൈറ്റ് വരുന്ന സംഭവം. അതാണ് അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൊടാന്ന്. അപ്പോൾ അതാണ് ബ്രൈഡ്. ഇപ്പോൾ ബ്രൈഡും വന്നു, ബ്രൈഡിനെ വിളിച്ചു. ഇപ്പോൾ ബ്രൈഡും വന്നു. അപ്പോൾ ഗൈസ് ബ്രൈഡും കയറി. അപ്പോൾ എന്നെ ആദ്യം ഇങ്ങനെ ഫോട്ടോ അല്ല ഇങ്ങനെ കാലിൽ തൊട്ടൊക്കെ കഴിക്കായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞങ്ങളെയും കൂടി വിളിച്ചു വന്നിട്ട് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കണം. ഇപ്പം കേക്ക് കട്ട് ചെയ്യാൻ പോയിട്ട് പോവാണ്. ഇപ്പം ഞാൻ ഗൈസ് ആങ്കറിനെ കാണിച്ച് തരുന്നുണ്ട്. സൈഡിൽ പർപ്പിൾ ഗൗൺ പോലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പേര് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ശരിക്കൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഞാൻ സൈഡിൽ വന്ന് വീഡിയോ എടുത്തേക്കാം. ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ആ ആങ്കർ ചേച്ചി. എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കുറേ പേര് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ആരുടെ വീഡിയോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ മറന്നുപോയി. അപ്പോൾ ഗൈസ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പം അവിടെ ബുഫയാണ് ഉള്ളത്. അപ്പം അവരെല്ലാവരും റെഡി ആക്കുവാണ് എന്തെല്ലാം. അപ്പോൾ ഗൈസ് പുറത്ത് ഗുലാബ് ജാമും ഐസ്ക്രീമും ആണ്. എൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ അവിടെ വെച്ച് മുറിച്ച് കേക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറകിൽ പൂള്. ഞങ്ങളിതിലൊരു റൂമുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം എടുത്ത് അവരെടുത്തിട്ടുണ്ടായിരുന്നു ഗ്രൂമിൻ്റെ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്കും കൂടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഗൈസ് അപ്പോൾ പൂളിലൊക്കെ ഇങ്ങനെ കണ്ടു. കുഞ്ഞാപ്പി ആ സമയത്ത് കൊണ്ടല്ല, അവൾ കരച്ചിലായിട്ട് റൂമിലായിരുന്നു. അപ്പോൾ ഗൈസ് കരഞ്ഞത് ആ കോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനുമല്ല. അപ്പോൾ പിന്നെ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചതല്ല. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തത് ഇനി വീട്ടിൽ വന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈവനിങ് ആയിട്ട് എല്ലാവരും കൂടെ ചായ കുടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവരാൻ കാർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.